വിശുദ്ധ ഖുർആൻ ധാരാളമായി പ്രയോഗിച്ച നമുക്കൊക്കെ നല്ല പരിചയമുള്ള പദങ്ങളാണ് റജുല്, റിജാല് തുടങ്ങിയവ. സാധാരണ നിസാ അഥവാ സ്ത്രീകൾ എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ പദങ്ങൾ പ്രയോഗിച്ച് വരാറുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആനിലും അറബി ഭാഷയിലും കുറച്ചുകൂടി വിശാലമായ അർത്ഥമാണ് റിജാൽ എന്ന പദത്തിന് ഉള്ളത്. സാധാരണ കൽച്ചീളുകൾ നിറഞ്ഞ, കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ യാത്ര ചെയ്യുവാൻ കഴിയാത്ത, ഇറങ്ങി സൂക്ഷ്മതയോടുകൂടി നടക്കേണ്ടുന്ന പ്രദേശത്തിനാണ് റജില എന്ന് ഭാഷയിൽ പ്രയോഗിക്കാറുള്ളത്. ഈ റജിലയിൽ അഥവാ കൽച്ചീളുകൾ നിറഞ്ഞ പ്രദേശത്ത് ഇറങ്ങി നടക്കുന്ന മനുഷ്യൻ, അതുമല്ലെങ്കിൽ അവിടെ സ്വന്തം ഇണയെ ഇറക്കാതെ പല്ലക്കിൽ ചുമന്ന് നടക്കുന്ന മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ് പുരുഷനിലേക്ക് ചേർത്തുകൊണ്ട് റിജാല് എന്നുള്ള പദം പ്രയോഗിച്ചു തുടങ്ങിയത്. എന്നാൽ ഭാഷയിൽ ഇതിൽ നിന്ന് ഭിന്നമായി ഇരുകാലിൽ നടക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ മുഴുവൻ മനുഷ്യർക്കും റിജാലി എന്നുള്ള പദം പ്രയോഗിക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഫഇൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന, നിങ്ങൾ ഭയവേളകളിലാണ് നമസ്കരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് കാൽനടയായി നമസ്കരിക്കാവുന്നതാണ്, അതല്ലെങ്കിൽ വാഹനപ്പുറത്തിരുന്ന് നമസ്കരിക്കാവുന്നതാണ്. സ്വർഗത്തെക്കുറിച്ച് പറയുന്നിടത്ത് വ അലൽ അഅറാഫി റിജാലുൻ, അഅറാഫില് റിജാലുണ്ട് അഥവാ മനുഷ്യരുണ്ട്, ആണും പെണ്ണും ഉൾപ്പെടുന്ന പ്രയോഗമാണ് വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുള്ളത്. ചുരുക്കത്തിൽ റിജാലി എന്ന് പറയുന്നത് നാം കരുതിയതുപോലെ കേവലം പുരുഷന്മാർക്ക് മാത്രം പ്രയോഗിക്കുന്നതല്ല. വിശുദ്ധ ഖുർആൻ ധാരാളമായി മുഴുവൻ മനുഷ്യർ എന്നുള്ള അർത്ഥത്തിലും ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് കാണാവുന്നതാണ്.